+2 കമ്പ്യൂട്ടർ സയൻസിലെ സെക്കൻഡ് പാർട്ടിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ DBMS എന്താണെന്ന് പറഞ്ഞു, DBMSൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, അതുപോലെ തന്നെ DBMSൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞു അല്ലേ. അതുപോലെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, 3 ലെവലിലുള്ള അബ്സ്ട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്കിവിടെ ചെറുതായിട്ട് വേറെ പുതിയൊരു ടോപ്പിക്കാണ് പറയാനുള്ളത്. ആ ടോപ്പിക്കാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇവിടെ ഫിസിക്കൽ ലെവൽ, അതുപോലെ തന്നെ ലോജിക്കൽ ലെവൽ, അതുപോലെ തന്നെ വ്യൂ ലെവൽ, അങ്ങനെ 3 ലെവലുകളാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജാണ്. അതുപോലെ തന്നെ അതിൻ്റെ അളവ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ്, അതായത് അതിൻ്റെ ലെങ്ത് എത്രയാണ്, സൈസ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത് എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അതായത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു നമ്മളുടെ ഈ ഒരു ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യൂ ലെവൽ, എങ്ങനെയാണ് ഡാറ്റാബേസിൽ ഡാറ്റകളെ വ്യൂ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് ആയിരുന്നു നമ്മളുടെ ഈ വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇനി പറയാനുള്ള പുതുതായിട്ടുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ഈ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഡാറ്റാബേസ് ഒക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകളെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഫിസിക്കൽ ലെവലും ലോജിക്കൽ ലെവലും വ്യൂ ലെവലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ദിവസം വർക്ക് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾക്കിപ്പോൾ വേണം ഒരു സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞു, നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തന്നു. അതിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഈ ഡാറ്റാബേസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. ആ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഏകദേശം ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അതായത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മൾ സേവ് ചെയ്യുന്ന ആ ഫീൽഡുകളുണ്ടല്ലോ, ആ ഫീൽഡുകളിൽ അതിൻ്റെ ലെങ്ത് ഒക്കെ കുറേശ്ശെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ അവിടെ റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു കോളത്തിൽ നമ്മൾ ആകെ 4 സ്ഥാനം വരെ അല്ലെങ്കിൽ 4 നമ്പേഴ്സ് മാത്രം വരെ സ്റ്റോർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അത് നമുക്ക് അവിടെ 10 നമ്പേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ നമ്മൾ മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയല്ല ചെയ്യുക, നമ്മൾ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മളവിടെ ഒരു ഡാറ്റാബേസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ രജിസ്റ്റർ നമ്പർ, ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഈ രജിസ്റ്റർ നമ്പറിൽ നമുക്ക് 4 ബൈറ്റ് ഡാറ്റകളെയാണ് കൊള്ളാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഡിഫൈൻ ചെയ്തു. 4 ബൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്, ഒരു നമ്പർ മാത്രമാണ് ഒരു ഇൻറ്റീജർ നമ്പർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ സൈസ് എത്രയാണ് 4 ബൈറ്റ് ആണ് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ 8 ബൈറ്റ് പറഞ്ഞു. 8 ബൈറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ 2 ഇൻറ്റീജർ നമ്പർ, അതായത് 99 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രജിസ്റ്റർ നമ്പറിൻ്റെ കോളത്തിൽ നമുക്ക് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അങ്ങനെ കുറേ സേവ് ചെയ്ത് വന്നു, നമുക്ക് അവിടെ 99 ഓവർകം ചെയ്ത് നമുക്ക് 101 കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റില്ല. കാരണം ഇവിടെ 8 ബൈറ്റേ പറ്റുള്ളൂ, ഒരു 2 സ്ഥാനം വരെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെറിയൊരു ഓൾട്ടറേഷൻ നടത്തണം. ആ ഓൾട്ടറേഷൻ എന്ന് പറയുന്നത് ആ 8 ബൈറ്റ് എന്നുള്ളത് 16 ബൈറ്റോ അല്ലെങ്കിൽ 12 ബൈറ്റോ ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ അതിൽ എത്ര സൈസ്, ആ ഒരു ഫീൽഡിൽ എത്ര സൈസ് കൊള്ളണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ ഏത് സ്റ്റേജാണ്, ഫിസിക്കൽ ലെവലാണ് അല്ലെങ്കിൽ ഫിസിക്കൽ ലെവൽ സ്റ്റേജ് തന്നെയാണ്, ഫിസിക്കൽ സ്റ്റേജ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഫിസിക്കൽ സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ സൈസ് മാറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു കാര്യമുണ്ട്, ആ ഫിസിക്കൽ സ്റ്റേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ലോജിക്കലിലോ അല്ലെങ്കിൽ വ്യൂ ലെവലിലോ മാറാൻ പാടില്ല. ഓക്കെ, അത് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ഇതിൽ മാത്രമേ പാടുള്ളൂ. അതല്ലാണ്ട് ഇതിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ലോജിക്കലിൽ മാറുക, വ്യൂവിൽ മാറുക, അങ്ങനെ മാറാൻ പാടില്ല. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ആകെ നമ്മൾ റിസൾട്ട് എല്ലാം തെറ്റില്ലേ. അപ്പം നമ്മൾ ഈ ലെവലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ഈ ലെവലിൽ മാത്രമാണ് എഫക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആ ഫെസിലിറ്റീനെ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റീനെ പറയുന്ന പേരാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്? ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ at one level without affecting the schema definition at next higher level. ഇവിടെ ഇടയിൽ കേൾക്കുന്ന ഒരു വാക്കാണ് what is schema. എന്താണ് സ്കീമ?
സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ് സ്കീമ? സ്കീമ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്കീമ. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു ഡാറ്റാബേസിൻ്റെ ഒരു സ്ട്രക്ചറാണ്, അതായത് രജിസ്റ്റർ നമ്പർ, നെയിം, ഇതൊരു ഡാറ്റാബേസ് ആണ്. ഈ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ, ഇതുപോലുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്കീമ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിസിക്കൽ സ്കീം ഉണ്ട്, ലോജിക്കൽ സ്കീം ഉണ്ട്. സ്കീമ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, സ്കീമ മീൻസ് സ്ട്രക്ചർ, അത് മാത്രം ആലോചിച്ചാൽ മതി അല്ലേ. സ്കീമ മീൻസ് സ്ട്രക്ചർ. ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കോളംസോ ആയിട്ടുള്ള ഈ ഫോമാറ്റിനെയാണ് നമ്മൾ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ ഇനി ഡാറ്റാബേസിൽ സ്കീമ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് സ്കീമ എന്നുള്ള ടെൻഷൻ ഉണ്ടാവരുത്. സ്കീമ മീൻസ് ഡാറ്റാബേസ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, നമ്മൾ എന്താ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താ പറഞ്ഞത്? ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് വൺ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് നെക്സ്റ്റ് ഹയർ ലെവൽ. അതായത് ഏതെങ്കിലും ഒരു ലെവലിലെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ലെവലിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, പക്ഷെ അത് ഏതിൽ എഫക്റ്റ് ചെയ്യാൻ പാടില്ല? നെക്സ്റ്റ് ഹയർ ലെവൽ. അതായത് ഫിസിക്കൽ ലെവലിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? ലോജിക്കലാണ്. ലോജിക്കലിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറയുന്നത് ഏതാണ്? വിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ തൊട്ട് മുകളിലുള്ള സ്റ്റേജിൽ, തൊട്ട് മുകളിലുള്ള ആ ഒരു സ്കീമയിൽ മാറ്റം വരാണ്ട്, അതായത് ഇതിൻ്റെ മുകളിലുള്ളതെന്ന് പറഞ്ഞാൽ ലോജിക്കലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേക്കാം, ഒരു സ്കീമയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, പക്ഷേ അതിന് തൊട്ട് മുകളിലുള്ള സ്കീമയിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. ആ എബിലിറ്റീനെ പറയുന്ന പേരാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അതായത് നെക്സ്റ്റ് ഹയർ ലെവലിലുള്ള സ്കീമയിൽ സ്ട്രക്ചറിൽ ഒരു മാറ്റവും വരാണ്ട് അതിന് താഴെയുള്ള സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുക. അതുതന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ. ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് വൺ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് നെക്സ്റ്റ് ഹയർ ലെവൽ. അതായത് ഈ നെക്സ്റ്റ് ഹയർ ലെവലിൽ മാറ്റം വരാണ്ട് അതിനുള്ള ഒരു ലെവലിൽ മാത്രം മാറ്റം വരുത്താനുള്ള ആ എബിലിറ്റിന്, ആ കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. എന്താ പറയുക? ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം ഡെഫിനിഷൻ. ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് വൺ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് നെക്സ്റ്റ് ഹയർ ലെവൽ. That facility, that ability is called data independence. ഓക്കെ, ഇനി നോക്കി നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ ഈ ഫിസിക്കൽ സ്കീമയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ 4 ബൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാവുന്ന സൈസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് 8 ബൈറ്റ് ആക്കി മാറ്റണം എന്ന് വിചാരിക്കുക. 8 ബൈറ്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ സ്കീമയിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഫിസിക്കൽ സ്കീമയിൽ ഞാൻ എന്തെങ്കിലും ആ 4 ബൈറ്റ് എന്നുള്ളത് ഞാൻ എന്താക്കി മാറ്റുകയാണ്? 8 ബൈറ്റ് ആക്കി മാറ്റുകയാണ്. 8 ബൈറ്റ് ആക്കി മാറ്റി. ആ 8 ബൈറ്റ് ആക്കിയിട്ട് ഞാൻ ഈ ഫിസിക്കൽ ലെവലിൽ മാറ്റി. പക്ഷേ ഇത് ഏതിൽ എഫക്റ്റ് ചെയ്യാൻ പാടില്ല? ലോജിക്കൽ ലെവലിൽ മാറ്റം വരാം. ഈ ലോജിക്കൽ ലെവലിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും. നമ്മൾ കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയും. എന്താ പറയുക? കൺസെപ്ച്വൽ ലെവൽ എന്നും കൂടെ നമ്മൾ ഏതിനെ പറയും? കൺസെപ്ച്വൽ ലെവൽ എന്നും കൂടെ നമ്മൾ ലോജിക്കൽ ലെവലിനെ പറയും. അപ്പോൾ ഈ ഫിസിക്കൽ സ്കീമയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, പക്ഷേ ആ മാറ്റം എവിടെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല? ലോജിക്കൽ ലെവലിൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ലെവലിൽ മാറ്റം വരാൻ പാടില്ല. ഓക്കെ, അത്തരം ഇൻഡിപെൻഡൻസിനെ അല്ലെങ്കിൽ അത്തരം എബിലിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. എന്താ പറയുക? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതായത് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ലെവലിൽ അല്ലെങ്കിൽ കൺസെപ്ഷൻ ലെവലിൽ ഒരു ചേഞ്ചും വരാണ്ട് ഫിസിക്കൽ ലെവലിൽ മാത്രം ചേഞ്ചസ് വരുത്താനുള്ള ഈ എബിലിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താ? ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് ഫിസിക്കൽ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് ലോജിക്കൽ ലെവൽ ഓർ കൺസെപ്ഷൻ ലെവൽ. The ability to modify schema definition at physical level without affecting the schema definition at next higher level, that is logical level or conceptual level. അതായത് ലോജിക്കൽ ലെവലിൽ ഒരു മാറ്റം വരാണ്ട് ഫിസിക്കൽ ലെവലിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്ന ആ എബിലിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഫിസിക്കലിൽ മാറ്റം വരുത്തുക.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോജിക്, അതായത് വ്യൂ ലെവലിൽ മാറ്റം വരാണ്ട് ഈ കൺസെപ്ഷൻ ലെവലായിട്ടുള്ള ലോജിക്കൽ ലെവലിൽ മാറ്റം വരുത്തുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്? ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് അപ്പോൾ മാറ്റം എവിടെ വന്നിട്ടുണ്ടാവും? ലോജിക്കൽ ലെവലിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് ലോജിക്കൽ ലെവൽ ഓർ കൺസെപ്ഷൻ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ വ്യൂ ലെവൽ. ഓക്കെ, അപ്പോൾ വ്യൂ ലെവലിൽ മാറ്റം വരാണ്ട് ലോജിക്കൽ ലെവലിൽ മാറ്റം വരുന്ന ആ എബിലിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ, പിന്നെ അവിടെ വ്യൂ ലെവൽ ഇൻഡിപെൻഡൻസ് ഇല്ല, വ്യൂ ലെവൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഇല്ല. കാരണം എന്താ? അതിന് നെക്സ്റ്റ് ഹയറിൽ വേറൊരു ലെവലും ഇല്ല, വ്യൂ ലെവലാണ് ലാസ്റ്റ് ലെവൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ ഡാറ്റ ഇൻഡിപെൻഡൻസ് സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഫസ്റ്റ് ഈ ഒരു തേർഡ് പാർട്ടിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത്. അവിടെ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആയിരുന്നു. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് വൺ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് നെക്സ്റ്റ് ഹയർ ലെവൽ. അല്ലേ, ഒരു ലെവലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക, അതായത് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താതെ ഏതിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, തൊട്ട് ഹയർ ലെവലിൽ മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് ഫിസിക്കൽ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് logical level or conceptual level, that ability is called physical data independence. അതായത് ലോജിക്കൽ ലെവലിൽ ഒരു മാറ്റം വരാണ്ട് ഫിസിക്കൽ ലെവലിൽ മാറ്റം വരുത്താനുള്ള ആ ഫെസിലിറ്റിനെ നമ്മൾ പറയുന്ന പേര്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഡെഫിനിഷൻ അറ്റ് ലോജിക്കൽ ലെവൽ ഓർ കൺസെപ്ഷൻ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ വ്യൂ ലെവൽ, ദാറ്റ് എബിലിറ്റി ഈസ് കോൾഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അതായത് വ്യൂ ലെവലിൽ മാറ്റം വരാണ്ട് ലോജിക്കൽ ലെവലിൽ മാറ്റം വരുന്ന ഫെസിലിറ്റിനെ നമ്മൾ പറയുന്ന എബിലിറ്റിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു എന്ത്? ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ആൻ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് കമ്പോണൻസ് ഓഫ് ദി ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രണ്ട് പാർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ. അതായത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലേ, രണ്ട് പാർട്ട്, അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 5 കമ്പോണൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഈ 5 കമ്പോണൻസും കൂടെ കൂടിച്ചേർന്നാൽ മാത്രമാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ എന്താവുള്ളൂ? അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ് ആണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയറുകൾ, അതുപോലെ തന്നെ അതിലെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് മീഡിയംസ്, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആയാലും അതുപോലെ തന്നെ CD ആണെന്നുണ്ടെങ്കിലും ഈ ടാപ്പുകളാണെന്നുണ്ടെങ്കിലും ശരി, ഫ്ലോപ്പി ആണെങ്കിലും ശരി. ഓക്കെ, അതിൻ്റെ സ്റ്റോറേജ് മീഡിയംസ്, അതുപോലെ തന്നെ മോണിറ്റേഴ്സ്, CPU അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അതായത് ചില സോഫ്റ്റ്വെയർസ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാർകോഡ് റീഡർ അതല്ലെങ്കിൽ സ്കാനറൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ഡാറ്റാബേസ് സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടം ഹാർഡ്വെയർസ്, ഫിസിക്കൽ കമ്പോണൻസ്, അത് കൂടി ചേർന്നാണ് നമ്മുടെ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഹാർഡ്വെയർ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ്സ് എ കമ്പൽസറി കമ്പോണൻറ്റ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് ഡയറക്റ്റായിട്ട് ഒരിക്കലും നമുക്ക് ഡാറ്റാബേസുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. ഒരു മീഡിയേറ്ററായിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള നമ്മുടെ ഡാറ്റാബേസിൻ്റെയും അതുപോലെ തന്നെ നമ്മളെപ്പോലെയുള്ള യൂസേഴ്സിൻ്റെയൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കാം ഒരുപക്ഷെ നമ്മളുടെ ഈ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ, അതായത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതായത് ജാവ, .NET, വിഷ്വൽ ബേസിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടം പ്രോഗ്രാംസ്, ആ പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഓക്കെ, കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ഫോം തന്നൊരു വെബ് പേജ് തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഡാറ്റാബേസിലേക്ക് ഡാറ്റകൾ സ്റ്റോർ ആവുന്നത് അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അവിടെ ആ ഫോമാണ് അവിടെ നമ്മുടെ സോഫ്റ്റ്വെയർസ്. ആ ഇപ്പുറത്ത് കോളായിട്ട് വരച്ച് കാണിച്ചു തന്നില്ലേ, അതാണ് അവിടെ എന്തുണ്ടായിരുന്നത്? അവിടെ ഡാറ്റാബേസ്
ഡാറ്റാബേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഡാറ്റാബേസുമായിട്ട് യൂസേഴ്സിന് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഫോം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ആ ഫോം പോലെയുള്ള ഒരു കൂട്ടം സോഫ്റ്റ്വെയർസിനാണ് നമ്മളവിടെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്. ഡാറ്റ ഈസ് എ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഇല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല, അല്ലേ? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല ഡാറ്റ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് യൂസേഴ്സിന് ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യാനും യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റകൾ റിസീവ് ചെയ്യാനോ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തായിരിക്കും? അതിൽ ഫുള്ള് ഡാറ്റകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സോഫ്റ്റ്വെയറിൽ അവരുടേതായിട്ടുള്ള ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരിക്കും. കമ്പനിയുടെ ഡാറ്റകൾ, അക്കൗണ്ട് ഡീറ്റെയിൽസ്, സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടായിരിക്കും, സ്റ്റോർഡ് ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ഡാറ്റകൾ എന്തായാലും എന്തായാലും ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഡാറ്റാബേസിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റ് ആണ് ഇത് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ യൂസേഴ്സ് ആണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, എല്ലാം ഉണ്ട്, ഡാറ്റകളും അതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി യൂസേഴ്സ് വേണം, അല്ലേ? ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആളുകൾ വേണം. അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അതിലവിടെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ലൊരു വില കൂടിയ ഒരു 10-50,000 രൂപയുടെ ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങി തന്നു, നിങ്ങൾക്കത് ഒന്നും യൂസ് ചെയ്യാൻ എവിടെയും അതിൻ്റെ സെറ്റിങ്സോ കാര്യങ്ങളൊന്നും അറിയില്ല, യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ ഇവിടെ നമ്മുടെ ഈ ഡാറ്റാബേസും കാര്യങ്ങളും എല്ലാം ഫുൾ സെറ്റപ്പായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല, അത് യൂസ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം, അല്ലേ? അപ്പം ഡാറ്റാബേസ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർസ് ആരാണ്, ഈ DBMS ആരാണ് യൂസ് ചെയ്യുന്നത്? അങ്ങനെയുള്ള ആളുകളെ നമ്മളെപ്പോലുള്ള യൂസേഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ ആരാണ് യൂസ് ചെയ്യുന്നത്? ഹ്യൂ യൂസ് ദ ഡാറ്റാബേസ്? അത്തരം ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസേഴ്സും ഒരു റിലവൻറ്റ് കമ്പോണൻ്റ് ആണ്. പിന്നെ അതിനുശേഷം പ്രൊസീജിയേഴ്സ് ആണ്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതായത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു കൂട്ടം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അങ്ങനെ തോന്നിയ പോലെ ഒന്നും വർക്ക് ചെയ്യില്ല. നമ്മൾ ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ച, അതായത് ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലേ? ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബാങ്കിലത്തെ ഒരു എംപ്ലോയി നോക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നതെന്നൊക്കെ നോക്കാൻ പറ്റണം. അതുപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പാൾ നോക്കുന്ന സമയത്ത് അതിൽ റിസൾട്ടുകൾ എഡിറ്റ് ചെയ്യാനും ഓൾട്ടറേഷൻസ് നടത്താനൊക്കെ പറ്റണം. അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള, അല്ലേ, ഓരോ തരത്തിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ഡാറ്റകളായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, എപ്പോൾ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില സ്പെഷ്യൽ കോഡുകളാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ ആ ഡാറ്റാബേസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 5 കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്, പ്രൊസീജിയേഴ്സ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കൽ കമ്പോണൻസ് ആണ്. ആ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കൂട്ടം ഫിസിക്കൽ കമ്പോണൻസിനാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുക. സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ ഇന്റർഫേസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദിസ് ഈസ് എ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് ദാറ്റ് ആക്ട് ആസ് എ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഡാറ്റാബേസ്, അല്ലേ? എ യൂസർ ക്യാൻ ഇന്ററാക്ട് വിത്ത് ഡാറ്റാബേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, ദെൻ ഡാറ്റയാണ്. ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഡാറ്റാബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല, ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് ഇല്ല. അപ്പോൾ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു കൂട്ടം ഡാറ്റകളാണ്, പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകളാണ് വേണ്ടത്. പിന്നെ യൂസേഴ്സ് ആണ്. അതായത് ഡാറ്റാബേസ് ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവരാണ് അവിടെ യൂസേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. പല ടൈപ്പിലുള്ള യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാം. ദെൻ പ്രൊസീജിയേഴ്സ് ആണ്. അതൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റാബേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊസീജിയേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഡാറ്റാബേസിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ യൂസേഴ്സ് നമ്മൾ പറഞ്ഞു, അതായത് കമ്പോണൻസിൽ നാലാമത്തെ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ യൂസേഴ്സ് പറഞ്ഞു. ആരൊക്കെയാണ് നമ്മളുടെ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള യൂസേഴ്സാണ് ഡാറ്റാബേസുകൾ യൂസ് ചെയ്യാറ്. ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും 4 ടൈപ്പിലുള്ള യൂസേഴ്സാണ്. ഒന്ന് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ DBA, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, നേവ് യൂസേഴ്സ്. ആരൊക്കെയാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, നേവ് യൂസേഴ്സ്. നമുക്ക് ഓരോന്നും ആരൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസിൻ്റെ ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന, ഒരു ഡാറ്റാബേസിനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന ആ ആളെനെ, ആ പേഴ്സണെ നമ്മൾ പറയുന്ന പേരാണ് ആര്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, ഹൂ ഈസ് ദ ഓവറോൾ controller of the database. That person is known as database administrator. The person who overall control the database management system, that person is known as database administrator. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ അവരെയാണ് നമ്മൾ ഡാറ്റാബേസ്, അല്ലെങ്കിൽ ആ പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുക? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം, അതിനിപ്പോൾ ഫിസിക്കൽ ലെവൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ലോജിക്കൽ ലെവൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും, അതുപോലെ തന്നെ ഡാറ്റകളൊക്കെ സെക്യൂർ ആക്കി വെക്കുന്നതൊക്കെ ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഈ ഡാറ്റാബേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നതും ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഓക്കെ, എന്തെങ്കിലും ഡാറ്റകൾ മിസ്സായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കുന്നതും ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ പ്രധാനപ്പെട്ട 3 ഡ്യൂട്ടീസ്, 3 ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഡിസൈൻ ഓഫ് ദി കൺസെപ്ഷ്യൽ ആൻഡ് ഫിസിക്കൽ സ്കീമാസ്. ഡിസൈൻ ഓഫ് ദി കൺസെപ്ഷ്യൽ മീൻസ് ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ സ്കീമാസ്. ഫിസിക്കൽ ലെവലും ലോജിക്കൽ ലെവലും, അതായത് എങ്ങനെയാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യേണ്ടത്, എന്ത് ഡാറ്റകളാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഏത് ടൈപ്പിലുള്ള ഡാറ്റകളാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ആ ഫിസിക്കൽ സ്കീമ അല്ലെങ്കിൽ ലോജിക്കൽ സ്കീമ ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്? ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഓക്കെ, ദെൻ സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ. നമ്മുടെ ഡാറ്റാബേസ് ഞാൻ പറഞ്ഞു എല്ലാ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡാറ്റകൾ എന്ന് പറയുന്നത് സെക്യൂർ ആയിരിക്കണം. മറ്റുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാം, പക്ഷെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യരുത്? അതിൽ ഓൾട്ടറേഷൻ നടത്തരുത്, അതിലുള്ള ഡാറ്റകളൊന്നും ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാൽ പ്രാക്ടീസോ നടത്തരുത്. ഓക്കെ, നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ മാത്രമേ പറ്റാവുള്ളൂ, അല്ലാതെ അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾസിന് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻസ് സെക്യൂർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന്, പുറമുള്ള അൺഓതറൈസ്ഡ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് ആ സോഫ്റ്റ്വെയറും ആ സോഫ്റ്റ്വെയറിലുള്ള ഡാറ്റാബേസും ആ ഡാറ്റാബേസിലുള്ള ഡാറ്റകളും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. സെക്യൂർ ആക്കി വെക്കുക. ഇപ്പം നമ്മൾ മൊബൈൽ പാസ്വേഡൊക്കെ കൊടുത്ത് വെക്കുന്നില്ലേ, അതുപോലെ ഇപ്പം നമ്മൾ വലിയൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ ഏറ്റവും താഴെക്കടയിലുള്ള ക്ലർക്കിന് കുറച്ച് ഡാറ്റകൾ മീൻസ് അത്യാവശ്യം കൈകാര്യം ചെയ്യേണ്ട ഡാറ്റകൾ മാത്രമേ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടാവുള്ളൂ. സെയിം സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും ടോപ്പിലുള്ള ഡയറക്ടർ യൂസ് ചെയ്യുക. ആ ഡയറക്ടർക്ക് ആ കമ്പനിയിലുള്ള എല്ലാ സെക്ഷൻ്റെ ഡീറ്റെയിൽസും സാറിന് അവിടെ ഇരുന്നാൽ കിട്ടും, ഡയറക്ടർക്ക് അവിടെ ഇരുന്നാൽ കിട്ടും, സെയിം സോഫ്റ്റ്വെയർ വഴി. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പീപ്പിൾസിന് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? അങ്ങനെ സെക്യൂർ ആക്കി വെക്കുക, ഡാറ്റകൾ എക്സ്റ്റേണൽ അഫയേഴ്സിനൊക്കെ സെക്യൂർ ആക്കി വെക്കുക, പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി ഫ്രം ഫെയിലിയേഴ്സ്. എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഡാറ്റാബേസ് സിസ്റ്റം എന്തെങ്കിലും ക്രാഷ് ആവുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആവുക കാരണം സിസ്റ്റം എന്തെങ്കിലും ഡാമേജ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡാറ്റകൾ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കുക, ആ പോയിട്ടുള്ള ഡാറ്റകൾ റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഏറ്റവും കൂടുതൽ ഡ്യൂട്ടീസ് ഉള്ള ആളുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡാറ്റാബേസിൻ്റെ ഓവറോൾ കൺട്രോൾ ചെയ്യുന്ന, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ, അത് ക്രാഷ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെയുള്ള ഡ്യൂട്ടികൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ യൂസേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസറാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ 3 ഡ്യൂട്ടികൾ. ഇനി രണ്ടാമത്തെ യൂസറാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ആരാണ്? അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത് അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കാം, അല്ലേ? ഇപ്പം നമ്മുടെ കമ്പനിയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിയിലുള്ള ആളാവില്ല ചിലപ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. നമ്മൾ വേറെ ഏതെങ്കിലും പുറത്തുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നമ്മുടെ അതിൽ തന്ന് നമ്മളുടെ ഈ കമ്പനിയിലുള്ള ഒരാൾക്ക് അതിൻ്റെ ചാർജ് കൊടുക്കും. ആ കമ്പനിയിലുള്ള ആളുകൾക്ക് അതിൻ്റെ A to Z കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ആളുകൾ ആ പഠിപ്പിച്ചു കൊടുത്ത് പഠിച്ചെടുക്കുന്ന ആളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ കമ്പനിയിലത്തെ ആളെ വിളിച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിനാണ് നമ്മുടെ ഈ കമ്പനിയിലുള്ള ആളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക. അയാളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് പുറമെ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടാവില്ലേ, അതായത് C++ഉം വിഷ്വൽ ബേസിക്കും ജാവയും അതുപോലെ തന്നെ ഒറാക്കിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അത്തരം ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ആരാണ്? അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, the persons who design the softwares. Okay, then third one, sophisticated users. അതായത് എന്തെങ്കിലും ടെക്നിക്കൽ, അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. സയൻറ്റിസ്റ്റ്, റിസർച്ച് സ്കോളേഴ്സ്, എൻജിനീയേഴ്സ്, ഈ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആളുകൾ. അവരൊന്നും ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നല്ല യൂസ് ചെയ്യുക, ഡാറ്റാബേസും കമ്പ്യൂട്ടേഴ്സും യൂസ് ചെയ്യുക. അവർ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടായിരിക്കും. അത്രയും എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കിന് വേണ്ടിയിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു നിശ്ചിത ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം, ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ, വലിയ വലിയ എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റുകളും റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത്തരം ആളുകൾ ചേർന്നതാണ് നമ്മുടെ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് യൂസേഴ്സ് എന്ന് കൂടെ നമുക്ക് അതിനെ പറയാറുണ്ട്. എന്താ പറയാറ്? സ്പെഷ്യലൈസ്ഡ് യൂസേഴ്സ്. ദെൻ നൈവ് യൂസേഴ്സ് ആണ്. നൈവ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള നോർമൽ പീപ്പിൾസ് ആണ്. നമ്മളെ പോലെയുള്ള ഏറ്റവും ലോ ലെവലുള്ള, ഏറ്റവും താഴെക്കടയിലുള്ള യൂസേഴ്സ് ഉണ്ടാവില്ലേ, അവരാണ് നൈവ് യൂസേഴ്സ്. ഓക്കെ, അവരാണ് നൈവ് യൂസേഴ്സ്. അപ്പം നമ്മളെപ്പോലുള്ള ഈ നൈവ് യൂസേഴ്സിന് വളരെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ATM കാർഡ് കൊണ്ടിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ സോഫ്റ്റ്വെയർസിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, ആ ഡാറ്റാബേസിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഒരു കമ്പനിയിലുള്ള ഏറ്റവും താഴെക്കടയിലുള്ള ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ വളരെ ആ കമ്പനിയെ കുറിച്ചുള്ള വളരെ കുറച്ച് ഡാറ്റകൾ മാത്രമേ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് അതിന് ടോപ്പ് ലെവൽ ഡയറക്ടർ ബോർഡിനാണെങ്കിൽ കമ്പനിയുടെ എല്ലാ ഡാറ്റകളും, അതായത് സാലറി ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇൻകം, എക്സ്പെൻസ്, എല്ലാ കാര്യങ്ങളും സെയിം സോഫ്റ്റ്വെയർസ് വഴി ആർക്ക് എടുക്കാൻ പറ്റും? ഡയറക്ടർ ബോർഡിന് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളെ പോലുള്ള യൂസേഴ്സ് ആണ് നൈവ് യൂസേഴ്സ്, ഏറ്റവും ലോ ലെവലിലുള്ള യൂസേഴ്സ്. അതായത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വ്യൂ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അവരാണ് നൈവ് യൂസേഴ്സ് ആസ് അവർ നോർമൽ പീപ്പിൾസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത്തരം യൂസേഴ്സ് ആണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ട് 4 ടൈപ്പിലുള്ള യൂസേഴ്സ് ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, നൈവ് യൂസേഴ്സ്. ഓക്കെ, ദെൻ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ദി കൺസെപ്ഷ്യൽ ഓർ ലോജിക്കൽ സ്കീമ ആൻഡ് ഫിസിക്കൽ സ്കീമ, സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ, ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി ഓഫ് ഫെയിലിയേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 3rd പാർട്ടിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുണ്ട്. അത് നമുക്ക് 4th ടോപ്പിക്കിൽ, 4th പാർട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.